നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന ആരെയാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ കുട്ടികളാണ്. നമ്മുടെ കുട്ടിക്ക് ഒരു സംസാരശേഷി ഇല്ലായ്മ, അല്ലെങ്കിൽ ചിന്തിക്കാൻ പ്രത്യേകം പറ്റുന്നില്ല, ഓട്ടിസമാണ്, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പ്രവാസ ഭൂമിയിൽ നമ്മളെല്ലാം പെട്ടുപോകും. അങ്ങനെ പെട്ടുപോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രമാണ് സ്പ്രൗട്ട്സ് എന്നുള്ള ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെൻറ്റർ ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ് ദുബായ് സിലിക്കൺ ഒയാസിസിൽ. അപ്പോൾ അതിൻ്റെ CEO ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ തുഷാരയാണ്. എന്തൊക്കെയാണ് സർവീസ് ഇവിടെ കൊടുക്കുന്നത്? സർവീസസിൽ സ്പീച്ച് തെറാപ്പി ഉണ്ട്, ഒക്യുപേഷണൽ തെറാപ്പി, ABA തെറാപ്പി, ഗ്രൂപ്പ് സെഷൻസ് ആണ് ചെയ്യുന്നത്. നോർമൽ കുട്ടികൾക്ക് തൊട്ടിട്ട് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള രണ്ടുമാണ് നമ്മളിവിടെ തന്നെ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഏത് ഏജ് വരെയാണ് നമ്മൾ കൊടുക്കുന്നത്? 1 to 15 years വരെയുള്ള ഏജിലാണ് നമ്മൾ എടുക്കുന്നത്. നമുക്കിവിടെ ABA ഡിപ്പാർട്ട്മെന്റും ഒക്യുപേഷണൽ ഡിപ്പാർട്ട്മെന്റും സ്പീച്ച് ഡിപ്പാർട്ട്മെന്റും ഓരോന്നും ഓരോ മേഖലകളിലായിട്ട് സ്പെസിഫൈഡ് ആണ്. ഇപ്പം ഒക്യുപേഷണൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മെയിനായിട്ട് പറഞ്ഞ മൈൽ സ്റ്റോൺസുകൾ തന്നെയാണ്. ഇപ്പം നടപ്പമാണെങ്കിൽ നടക്കുന്നത്, മുട്ടുകുത്തുന്നതൊക്കെ ഡിലേഡ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു അസസ്മെന്റ് ഒക്യുപേഷണൽ തെറാപ്പി നമ്മുടെ സെന്റർ അപ്രൂവ്ഡ് ആണ്. അതേപോലെ നമ്മുടെ സ്റ്റാഫുകൾ എല്ലാവരും DHA ലൈസൻസ്ഡ് ആണ്. സോ കുട്ടിയുടെ ഇന്റൻസിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ പാക്കേജ് വെക്കുന്നത്. ഇപ്പൊ ചില കുട്ടിക്ക് ചെറിയൊരു പുഷ് ആവശ്യമുള്ളെങ്കിലും നമുക്ക് വീക്ക്ലി 1-2 സെഷൻ മതി. മെഡിസിൻ കൊടുക്കാതെ തന്നെ നമ്മൾ ഈ തെറാപ്പിയിലൂടെ അത് മാറ്റിയെടുക്കാൻ പറ്റും. തീർച്ചയായും അതിന്റെ കൂടെ നമുക്ക് കൂടുതൽ പാരന്റ്സിന്റെ ഒരു ഇൻവോൾവ്മെന്റ് വേണ്ടത്. നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന തെറാപ്പിന്റെ കൂടെ വീട്ടിൽ നിന്ന് ചെറിയൊരു ഇന്ററാക്ഷൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ വളരെ നോർമൽ ആയിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് കുഞ്ഞിനെ എത്തിക്കാൻ പറ്റും. മെഡിക്കൽ ഡയറക്ടർ ടീനയാണ്. സാധാരണ പാരന്റ്സിന് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അവർക്കുള്ളൊരു നിരാശ എന്താണെന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർക്ക് നോർമൽ സ്കൂളിലേക്ക് പറ്റില്ല എന്നുള്ളൊരു ചിന്തയുണ്ട്. ഈ തെറാപ്പിയിലൂടെ അവരെ കംപ്ലീറ്റ്ലി നമുക്ക് നോർമലാക്കി മാറ്റാൻ പറ്റും. ADHD ASD പോലെയുള്ള കുട്ടികൾക്ക് നമ്മൾ കംപ്ലീറ്റ് ക്യൂർ നമ്മൾ പറയുന്നില്ലെങ്കിലും അവരുടെ സിംറ്റംസ് ഉണ്ട്. ഓരോ ഡിസോർഡേഴ്സും സിംറ്റംസ് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ സിവിയാരിറ്റി നമുക്ക് കുറച്ച് അവരുടെ നോർമൽ സ്കൂളിൽ നമുക്ക് ജോയിൻ ചെയ്യുന്ന വിധത്തിൽ നമുക്ക് അവരെ പ്രാക്ടീസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികളെ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പേരൻസിന്റെ ഇൻവോൾവ്മെന്റ് ഇതിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളിവിടെ തെറപ്പീസ് കൊടുക്കുന്നുണ്ടെങ്കിലും വീട്ടിലും പ്രാക്ടീസ് കൊടുക്കണം. പിന്നെ ഇവിടെ നമുക്ക് ഈ ഒരു റൂമിനുള്ളിൽ എടുക്കുന്ന തെറപ്പി അവരുടെ ഡെയിലി പാറ്റേൺ, അതായത് ഡെയിലി ലൈഫിലും കൂടി അപ്ലൈ ചെയ്യാനായിട്ടും ശ്രമിക്കണം. ചില കുട്ടികൾ നന്നായി പാട്ട് പാടുന്നവരുണ്ടാവും, മ്യൂസിഷ്യൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ അവരത് കണ്ടുപിടിച്ച് അതിലേക്ക് ട്രെയിനിങ്ങിനായിട്ട് പറയാൻ പറ്റും. അതെ കൊടുക്കാവുന്നതാണ്. അപ്പൊ കൂടുതൽ അവര് ചില പിള്ളേരുണ്ട് മാത്തമാറ്റിക്സിൽ നല്ല കഴിവുള്ളവർ, അതായത് ഡ്രോയിങ്ങിൽ കഴിവുള്ളവർ. അപ്പൊ ആ ഒരു ഏരിയ പേരൻസ് ആയാലും തെറപ്പിസ്റ്റ് ആയാലും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഏരിയ മാത്രം നമുക്ക് ഫോക്കസ് കൊടുക്കാനും അത് കുറച്ചും കൂടെ നല്ല രീതിയിൽ. കാരണം നമ്മൾ നോർമൽ ഒരു ആളിനെ പോലെ ആയിരിക്കില്ല അവരുടെ ആ കഴിവുണ്ടാവുക. സ്പെസിഫിക്കലി ഇപ്പോൾ പാട്ട് പാടാൻ കഴിവാണ് ചിലപ്പോൾ നന്നായിട്ട് പാട്ട് പാടിച്ച മെമ്മറി, ആ ഒരു ബ്രില്യൻസ് നമ്മളെക്കാളും കുറച്ചും കൂടെ കൂടുതലായിരിക്കും ആ ഒരു ഏരിയയിൽ മാത്രമായിട്ട്. നമ്മളിപ്പം ഇനോഗ്രേഷന്റെ ഒരു ഭാഗമായിട്ട് ഈ 1 month നമ്മൾ കൺസൾട്ടേഷൻ ആണെങ്കിലും അസസ്മെന്റ് ആണെങ്കിലും നമ്മൾ ഫ്രീ ആയിട്ട് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ കുട്ടികൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു സിംറ്റം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാം. വന്ന് സൗജന്യമായിട്ട് കാണുക. നിങ്ങൾ ഒരു കാശ് ഇപ്പോൾ കൊടുക്കേണ്ട. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി. മുനിയ വൽബഫ വീട്ടിലോ.